സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ ദൈവം വിളിച്ചിട്ടും അടിമകളായി ജീവിക്കുവാൻ തീരുമാനിക്കുന്നവരാണ് പലരും. അത് അവർക്ക് സന്തോഷവുമാണ്. എന്തായിരിക്കും കാരണം? എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഏറെ കണ്ടിരുന്നതും ഇന്ന് അധികം കാണാനില്ലാത്തതുമായ ഒന്നാണ് നുകം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഇത് എന്തെന്ന് വിവരിച്ചു കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ കാളവണ്ടിയും കാളയെ ഉപയോഗിച്ച് നിലം ഉഴുന്നതും കരിമ്പ് ആട്ടി നീരെടുക്കുവാനും കൊപ്രായും മറ്റ് ധാന്യങ്ങളും ആട്ടി എണ്ണയെടുക്കുവാനുമൊക്കെ മൃഗങ്ങളെ നുകത്തിൽ കെട്ടി ഉപയോഗിച്ചിരുന്നു. ഇന്ന് പിന്നെ എല്ലാം യന്ത്രവൽകൃതമായതിനാൽ അങ്ങനെ നുകം അധികം കാണുവാനില്ല. ഒരിക്കൽ ഒരു മൃഗം നുകത്തിന് കീഴിൽ കഴുത്ത് വെച്ച് കൊടുത്താൽ പിന്നെ അതിനെ നിയന്ത്രിക്കുന്നത് ആ നുകം നിയന്ത്രിക്കുന്ന ആളായിരിക്കും. ആൾ പറയുന്നിടത്ത് മാത്രമേ പോകാൻ സാധിക്കൂ. അത് അടിമയാക്കും. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് അടിമ നുകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യെരുശലേമിൽ വെച്ച് നടന്ന ആദ്യത്തെ സഭാ കൗൺസിലിലും പൗലോസ് ഇതേ ചിത്രം ഉപയോഗിച്ചതായി നാം കാണുന്നു. നമ്മുടെ ജീവിതത്തെ മറ്റൊരാൾ നിയന്ത്രിക്കുന്നതിനെയാണ് ഈ അടിമനുകം പ്രതിനിധീകരിക്കുന്നത്. ഒരു വ്യക്തി സ്വമനസാലെ വേറൊരാൾക്ക് വിധേയപ്പെടുന്നതിനെയും സേവനത്തിനായി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിനെയും ഈ പ്രയോഗം ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചതിനെ അടിമനുകം ഒടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗലാത്യയിലെ വിശ്വാസികൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അവർ പാപത്തിൻ്റെ നുകം ഒടിച്ചു കളഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ നുകം സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. മതത്തിൻ്റെ നുകം വളരെ കഠിനമാണ്. ആചാരങ്ങൾ അടിമത്തമാകാവുന്നതാണ്. ക്രിസ്തുവിൻ്റെ നുകം മൃദുവും അവൻ്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ നുകം നമ്മെ അവൻ്റെ ഹിതം നിറവേറ്റുവാൻ സ്വാതന്ത്ര്യം നൽകി സഹായിക്കുന്നതാണ്. എന്നാൽ നിയമാനുഷ്ഠാനങ്ങളിൽ നാം മുൻപോട്ട് പോയാൽ അത് നമ്മെ അടിമയാക്കും. പാപം ഏറ്റുപറഞ്ഞ് ആത്മരക്ഷ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി പാപത്തിൻ്റെ അടിമനുകം പേറുകയാണ് ചെയ്യുന്നത്. മതഭക്തനായ നിയമവാദി അടിമത്വത്തിൻ്റെ നുകം വഹിക്കുന്നു. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യപ്പെടുത്തുന്ന നുകം ആകുന്നു വഹിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കിയത് ക്രിസ്തു ആകുന്നു. മരത്തിന്മേൽ മരിക്കുക വഴി ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവരെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും വിടുവിച്ചു എന്ന് ഗലാത്യലേഖനത്തിൽ നാം വായിക്കുന്നു. അങ്ങനെ ഒരു ക്രിസ്തുവിശ്വാസി മേലിൽ നിയമാനുഷ്ഠാനങ്ങളുടെ കീഴിൽ അല്ല, കൃപയുടെ കീഴിലാകുന്നു. അതുകൊണ്ട് നാം നിയമനിഷേധികളോ എന്തും ചെയ്യുവാൻ ലൈസൻസ് ഉള്ളവരോ എന്നല്ല അർത്ഥം. മനസ്സിലായല്ലോ? ഇതിൻ്റെ അർത്ഥം ദൈവഹിതം ചെയ്യുവാൻ നമുക്ക് ബാഹ്യ സമ്മർദ്ദങ്ങളായ ചട്ടങ്ങളും നിയമങ്ങളും ഒന്നും ആവശ്യമില്ല എന്നാണ്. നമുക്ക് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക നടത്തിപ്പുണ്ട്. നമ്മെ സ്വതന്ത്രരാക്കുവാനാണ് ക്രിസ്തു മരിച്ചത്, അല്ലാതെ അടിമകളാക്കുവാനല്ല. കുറേ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ആരെയോ പേടിച്ച് ചെയ്യുന്ന ക്രിസ്തീയ ജീവിതമല്ല ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. പലരും ഇത് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്നത് കാണാറുണ്ട്. ഏതെങ്കിലും ഒരു സഭാ നേതൃത്വം അഥവാ ഒരു സഭാ നേതാവിൻ്റെ സ്വേച്ഛാധിപത്യത്തിൻ്റെ കീഴിൽ കഴിയുന്നതാണ് പലർക്കും സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് സ്വതന്ത്രമായി കഴിയുന്നതിനേക്കാൾ താല്പര്യമുള്ളത്. അഥവാ ആരെങ്കിലും ഈ നേതാക്കന്മാരെ അനുസരിക്കുന്നില്ല എന്ന് തോന്നിയാൽ ആത്മീയതയുടെ മറവിൽ അങ്ങനെയുള്ളവരെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുവാനും ഈ നേതാക്കന്മാർ മടിക്കില്ല. ദൈവവചനം അറിയാത്തതിനാൽ ഈ അടിമകൾ ഒന്നും പറയാതെ അങ്ങ് അനുസരിച്ച് കഴിയുന്നു. യാതൊരു സന്തോഷവുമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം ഇവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ ദൈവത്തെ അല്ല അനുസരിക്കുന്നത്. അത് അവർക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള മാർഗം ക്രിസ്തുവിലുള്ള സാഫല്യത്തിൻ്റെ മാർഗമാകുന്നു. ആസ്വദിക്കേണ്ട ഒന്നത്രേ.
വിശുദ്ധ പൗലോസ് പറയുന്നത് തന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഗലാത്യലേഖനം 5-ാം അധ്യായം എടുത്താട്ടെ, അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ. അഞ്ചാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരെ നാം കണ്ടല്ലോ. ഇനിയും 5 മുതലുള്ള വാക്യങ്ങൾ ഇത് നമുക്ക് നോക്കാം. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. നീതിയുടെ പ്രത്യാശ, ഇതാകുന്നു ഈ പുസ്തകത്തിലെ ഏക പ്രവാചക സൂചകം. ഇത് വളരെ ശ്രദ്ധേയമാണ്. കാരണം പൗലോസിൻ്റെ ലേഖനങ്ങളിലെല്ലാം അവന് വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുവാനുണ്ടായിരുന്നു. സഭയുടെ ഉൾപ്രാവണമോ ക്രിസ്തു തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ ഭൂമിയിലേക്ക് വരുന്നതിനെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെടുത്തി പൗലോസ് പറയുന്ന ഒരേ ഒരു കാര്യം ഇതുമാത്രമാണ്: വിശ്വാസത്താലുള്ള നീതിയുടെ പ്രത്യാശ. നീതിയുടെ പ്രത്യാശ കർത്താവായ യേശുക്രിസ്തു ആകുന്നു. ഒരേ ഒരു പ്രത്യാശ, അനുഗ്രഹീത പ്രത്യാശയാണ്. ക്രിസ്തുവിൻ്റെ നീതി നമുക്കായി നൽകി. പൗലോസ് ഇവിടെ ഈ പ്രവാചക വാക്യം പറയുന്നതിന് കാരണം വിശ്വാസികൾ ഈ ആയുസ്സിൽ പൂർണ്ണരാകില്ല എന്ന് കാണിക്കുവാനാണ്. താങ്കൾ പൂർണ്ണനായി എന്ന് ചിന്തിക്കുന്നിടത്തോളം അപൂർണത മറ്റൊന്നുമില്ല. തങ്ങൾ എല്ലാം തികഞ്ഞവരായി എന്ന് ചിന്തിക്കുന്നവർ നമ്മെപ്പോലെ തന്നെ അപൂർണരാണ്. എന്നാൽ അവർക്കതറിയില്ല എന്ന് മാത്രം. 6-ാം വാക്യം, ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. ഒരു നിയമസിദ്ധാന്തങ്ങളും ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ടാക്കുകയില്ല. ഇവിടെ പറയുന്ന പൊതു നിയമം ലളിതമാണ്: സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ഈ ലേഖന പഠനത്തിൽ മുൻപോട്ട് പോകുമ്പോൾ പൗലോസ് നമുക്ക് പ്രവർത്തന ശൈലി പറഞ്ഞു തരുന്നതാണ്. എന്നാൽ ഇതൊരു ലളിതമായ പൊതു നിയമമാകുന്നു എന്ന് നാം ഓർക്കണം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തിക്കും. സ്നേഹം ആത്മാവിൻ്റെ ഫലമാകുന്നു. അഗ്രചർമ്മവും പരിച്ഛേദനയും അങ്ങനെ യാതൊന്നുമല്ല കാര്യം. ക്രിസ്തുവിലായിരിക്കുന്നത് തന്നെയാണ് പ്രധാനം. ക്രിസ്തുയേശുവിൽ ദൈവം മുൻപാകെ സ്വീകരിക്കപ്പെടുന്നതും അവനിൽ ഒന്നായിരിക്കുന്നതും പൂർണ്ണമായതും അവസാനത്തേതുമാണ്. ഈ യോജിപ്പിൽ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം പ്രകടമാക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ ശരിയായ സ്വഭാവം സ്നേഹത്തിൻ്റെ ക്രിയകളിൽ തുറന്നു കാണിക്കുന്നു. അങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം ആയിരിക്കേണ്ടത്. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു എന്ന് 7-ാം വാക്യത്തിൽ നാം കാണുന്നു. പൗലോസ് ഗലാത്യരെ ശാസിക്കുകയാണ്. അവൻ വളരെ മൃദുവായുള്ള ഒരു ശാസന മാത്രമാണ് നൽകുന്നത്. തങ്ങളെ തെറ്റിച്ച യഹൂദ വിശ്വാസികൾ വന്നതുവരെ അവർ വളരെ ഭംഗിയായി മുൻപോട്ട് പോവുകയായിരുന്നു. ഇവിടെ സത്യമെന്ന് പറഞ്ഞിരിക്കുന്നത് സുവിശേഷവും ക്രിസ്തു തൻ്റെ ആളത്വത്തിലും ആകുന്നു. ഗലാത്യരെക്കുറിച്ച് 3 കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, അവർ നന്നായി ഓടിയിരുന്നു. 2, അവർ സത്യം അനുസരിച്ചിരുന്നു. 3, ആരോ അവരെ തടഞ്ഞു. ഈ പറഞ്ഞതുപോലെയുള്ള ആളുകൾ ഇന്നും കുറവല്ല. സത്യം അനുസരിക്കുന്നവരെ തെറ്റിക്കുവാൻ ചില കള്ള ഉപദേഷ്ടാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ പാതി സത്യവും പാതി ഭോഷ്കുമായി കടന്നു വരും. നമ്മുടെ ഓട്ടത്തെ തടുക്കുന്നതിനായി നമുക്കുള്ള സ്വാതന്ത്ര്യം എടുത്തു കളയുന്നതിനാണ് ഇവർ വരുന്നത്. ഇങ്ങനെയുള്ളവർ ഇത് പഠിപ്പിക്കുന്നത് 2 കാരണങ്ങളാലാകാം. 1, അവർ സത്യം ഇതുവരെ ഗ്രഹിച്ചിട്ടില്ല. ആരോ പറഞ്ഞു കേട്ടത് വിശ്വസിച്ച് അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു. 2, സത്യത്തെ അംഗീകരിക്കുന്നത് കൊണ്ടുള്ള അസൗകര്യം മൂലം തങ്ങളുടെ സൗകര്യാർത്ഥം സത്യത്തെ മറയ്ക്കുന്നു, അസത്യത്തെ പ്രചരിപ്പിക്കുന്നു. ഈ അബദ്ധത്തിൽ വീഴാതെ നാം ശ്രദ്ധിക്കണം. ഇത് നമുക്കൊരു പാഠമാണ്. 8-ാം വാക്യത്തിൽ, ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തിയല്ല. ഇത് ക്രിസ്തുവിങ്കിൽ നിന്നും അല്ല വന്നത്, മറ്റൊരു ഉറവിടമാകുന്നു അതിനുള്ളത്. 9-ാം വാക്യത്തിൽ, അസാരം പുളിമാവ് പിന്നത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് വായിക്കുന്നു. തിരുവചനത്തിൽ, അതെ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പുളിമാവ് എല്ലായ്പ്പോഴും തിന്മയുടെ ഒരു പ്രമാണമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ ഒരു സ്ത്രീ 3 ഇടങ്ങഴി മാവിൽ ഒളിച്ചു വെച്ച പുളിമാവ് സുവിശേഷത്തെ അല്ല കുറിക്കുന്നത്. ഇന്ന് വളരെയേറെ പ്രസംഗിച്ച് കേൾക്കുന്ന സുവിശേഷം പോലെ ആകും, അതെ, സത്യത്തിന് വിരുദ്ധം. അത് ദുഷ്ടതയാണല്ലോ. വാസ്തവത്തിൽ പൗലോസ് പറയുന്നത് അത് സുവിശേഷമേ അല്ല എന്നത്രേ. പരീശന്മാരുടെ പുളിച്ച മാവിനെക്കുറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. നിയമവാദം എന്ന പുളിമാവിനെക്കുറിച്ച് നാം ഇന്ന് മുന്നറിയിപ്പ് നൽകേണ്ടതാണ്. അത് ഭയാനകമായൊരു കാര്യമാകുന്നു. തങ്ങളുടെ ഏതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് രക്ഷ നേടുവാൻ ശ്രമിക്കുന്നവർ
അതെ, നിയമവാദികൾ പറയുന്നത് 1900 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായപ്പോൾ അവൻ രക്ഷയുടെ പൂർണ്ണമായ അവസ്ഥ നമുക്ക് തന്നില്ല. അതിനാൽ ഞാൻ ഇന്ന് ഇന്നിന്ന ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും പോകേണ്ടതുണ്ട്. അത് ശരിയല്ലല്ലേ? അങ്ങനെയല്ല വേണ്ടത്. രക്ഷയുടെ മുഴുവൻ അനുഭവവും ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുക. എന്നാൽ സുഹൃത്തെ, ഞാൻ ക്രിസ്തുവിനെ രക്ഷകനായി കൈക്കൊള്ളുന്നപ്പോൾ എനിക്ക് രക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം ലഭിച്ചു. എന്നാൽ രക്ഷിക്കപ്പെട്ട എനിക്ക് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ആവശ്യമായ ആചാരങ്ങളും ഉണ്ടെന്ന് വന്നേക്കാം. അതൊന്നും രക്ഷ പൂർണ്ണമാക്കുവാൻ വേണ്ടിയുള്ളതല്ല. നമ്മുടെ രക്ഷ നമുക്ക് നൽകി തന്നത് ക്രിസ്തുവാകുന്നു. അത് പൂർണ്ണമാക്കുവാൻ നാം ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. 10-ാം വാക്യം, നിങ്ങൾക്ക് ഭിന്നാഭിപ്രായമുണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഗലാത്യ സഭയിലെ വിശ്വാസികൾ ആത്യന്തികമായി യഹൂദ വിശ്വാസികളുടെ ഉപദേശത്തെ തള്ളിക്കളയും എന്ന് പൗലോസ് വിശ്വസിച്ചു. അവൻ പറയുന്നത്, ഞാൻ ഉറച്ചിരിക്കുന്നു എന്നത്രേ. കർത്താവല്ലോ ഈ ഗലാത്യരെ വിളിച്ചത്. അവൻ അവരെ അതിന് സഹായിക്കും എന്നാണ് പൗലോസ് പറയുന്നത്. ഈ വാക്യത്തിൻ്റെ 2-ാം പകുതിയിൽ അത്തരക്കാർക്കുള്ള ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ പൗലോസിന് അവരെ അറിയാമായിരുന്നിരിക്കും. അവർ ആര് തന്നെ ആയാലും ദൈവം മനുഷ്യനെ മുഖപക്ഷമില്ലാതെ വിധിക്കുന്നവനാണ്. എത്ര വലിയവനായാലും ശരി, അത്തരക്കാർ ദൈവത്തിൻ്റെ ന്യായവിധിയെ ചുമക്കും. അതിന് ഒരു സംശയവുമില്ല, അത് താമസിക്കുകയുമില്ല. 11-ാം വാക്യം, ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നതെന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിൻ്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. ഈ വാക്യം ശ്രദ്ധിക്കേണ്ടതത്രേ. പൗലോസ് ചോദിക്കുന്നത്, ഞാൻ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നതെന്ത്? സുവിശേഷത്തോടെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നത് കൂടുതൽ ആളുകൾക്ക് സൗകര്യമാക്കുന്ന കാര്യമാണ്. പ്രാകൃത മനുഷ്യന് സുവിശേഷം അതിൻ്റേതായ അർത്ഥത്തിലും സത്യത്തിലും അംഗീകരിക്കുവാൻ പ്രയാസമാണ്. സുവിശേഷം പ്രസംഗിക്കുന്നത് ചില ആളുകളെ കോപാകുലരാക്കിയെന്ന് വന്നേക്കാം. പൗലോസ് ചോദിക്കുന്നത്, ഞാൻ സുവിശേഷത്തോട് എന്തെങ്കിലും കൂടി ചേർക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഉപദ്രവിക്കപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ ക്രൂശിൻ്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. മനുഷ്യൻ തന്നിൽ തന്നെ പുകഴുന്ന എല്ലാറ്റിനും ക്രൂശ് ഒരു ഇടർച്ചയാണ്. അത് അവൻ്റെ ധാർമ്മികതയ്ക്ക് ഇടർച്ചയാണ്. കാരണം അത് അവനോട് പറയുന്നത് അവൻ്റെ പ്രവൃത്തി അവനെ നീതീകരിക്കുകയില്ല എന്നത്രേ. അത് അവൻ്റെ തത്വശാസ്ത്രത്തിന് ഇടർച്ചയാണ്. കാരണം അത് വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്, യുക്തിയെക്കുറിച്ചല്ല. അത് മനുഷ്യൻ്റെ സംസ്കാരത്തിനെതിരാണ്. കാരണം അതിൻ്റെ സത്യങ്ങൾ ശിശുക്കൾക്ക് പോലും വെളിപ്പെടുത്തിയിരിക്കുന്നു. അതെ, മനുഷ്യനെ വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ തരംതിരിക്കുന്ന മനോഭാവത്തിന് അത് ഇടർച്ചയാണ്. കാരണം ദൈവം താണവരെയും പാവപ്പെട്ടവരെയും ആകുന്നു തിരഞ്ഞെടുക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിന് അത് ഇടർച്ചയാണ്. കാരണം വ്യവസ്ഥയില്ലാത്ത ഒരു സമർപ്പണമാകുന്നു അത് ആവശ്യപ്പെടുന്നത്. അത് ബുദ്ധിക്ക് നിരന്നു വരില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശ് മനുഷ്യൻ്റെ നിഗളത്തിന് ഒരിടർച്ചയാണ്. അതെ, പൗലോസിൻ്റെ എതിരാളികൾ അവൻ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് തിമോത്തിയോസിനെ പരിച്ഛേദന കഴിച്ച സംഗതി ഒരു കരിവാക്കിക്കൊണ്ട് തെറ്റായി പ്രചരിപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഗലാത്യരെ തെറ്റിക്കുവാൻ, അവരെ അപ്രകാരം വിശ്വസിപ്പിക്കുവാൻ ആ സംഗതി എടുത്തു കാട്ടിയിരിക്കാം ഈ ദുരുപദേഷ്ടാക്കന്മാർ. തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചു എന്നതും ശരിയാണല്ലോ. എന്നാൽ അത് യഹൂദന്മാരുടെ ഇടയിലുള്ള സുവിശേഷ പ്രസംഗം സുഗമമാക്കുവാൻ മാത്രമായിരുന്നു, രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നില്ല. എന്നാൽ പൗലോസ് ചോദിക്കുകയാണ്, അത് ശരിയാണെങ്കിൽ താൻ ഉപദ്രവം യഹൂദന്മാരിൽ നിന്നും സഹിക്കുന്നത് എന്തുകൊണ്ട്? പരിച്ഛേദന പ്രസംഗിച്ചാൽ അവർ അത് സന്തോഷത്തോടെ സ്വീകരിക്കില്ലേ? എന്നാൽ തിരിച്ചാണ് വാസ്തവം. അവൻ പരിച്ഛേദനയല്ല പ്രസംഗിക്കുന്നത്, ക്രൂശിനെയാണ്. ക്രൂശ് യഹൂദന്മാർക്ക് ഒരു ഇടർച്ചയാണ്. അവർ സ്വയം അഭിമാനിക്കുന്ന എല്ലാം തന്നെ ക്രൂശ് തുടച്ചു മാറ്റുകയാണ്. ന്യായപ്രമാണവും പരിച്ഛേദനയും രണ്ടും മാറ്റിവെക്കുകയാണ്. ആത്മീയ ലോകത്തിലെ ആധിപത്യം, കുത്തക, അത് എടുത്ത് എറിയുകയാണ്. നോക്കണേ, യഹൂദനും യവനനും അവർക്കിടയിലുള്ള ആ നടിച്ചുവർ ഇടിക്കപ്പെടുകയാണ്. അത് അവർക്ക് സഹിക്കാവുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അവർ പൗലോസിനെ ഉപദ്രവിച്ചത്. പരിച്ഛേദനയും ക്രൂശും ഒന്ന് മറ്റൊന്നിന് എതിരായി നിൽക്കുന്നത് കാണുക. പരിച്ഛേദനയുടെ പ്രസംഗം ജനസമ്മതമുള്ളതാണ്. ക്രൂശിൻ്റെ പ്രസംഗം ഉപദ്രവവും എതിർപ്പും വെറുപ്പും ക്ഷണിക്കുന്നതാണ്.
പരിച്ഛേദനയുടെ പ്രസംഗം പാപികളോട് പറയുന്നത് അവർ തന്നെത്താൻ രക്ഷിക്കാൻ കഴിയും എന്നാണ്. ക്രൂശിൻ്റെ പ്രസംഗം പറയുന്നത് പാപിക്ക് തന്നെ തന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്നത്രേ. മാത്രമല്ല, ക്രൂശിൽ കൂടെ ക്രിസ്തുവിന് മാത്രമേ ഒരു പാപിയെ രക്ഷിക്കാൻ കഴിയൂ എന്നും കൂടിയാണ്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. തങ്ങളുടെ നീതിപ്രവർത്തികൾ യാതൊന്നിനും കൊള്ളുകയില്ലെന്ന് കേൾക്കുന്നത് യഹൂദർ വെറുക്കുന്ന കാര്യമാണ്. അത് ഇന്നും അങ്ങനെയാണ്. ദൈവം ഒരുക്കിയ രക്ഷ വിശ്വാസത്താൽ സ്വീകരിച്ചാൽ മാത്രം മതി എന്നുള്ള സുവിശേഷം അനേകർക്കും സഹിക്കാവുന്നതിനപ്പുറമാണ്. കാരണം മനുഷ്യഹൃദയത്തിൻ്റെ ആ പാപത്തിൻ്റെ ഭയങ്കരത, അതിൻ്റെ ആഴം അത് കാണിക്കുന്നു. ക്രൂശ് മനുഷ്യന് മൊത്തത്തിൽ ഒരു ഇടർച്ചയാണ്. കാരണം താങ്കൾ വീണ്ടും ജനിക്കണം എന്നത്രയാ ക്രൂശ് പറയുന്നത്. യേശുവിൻ്റെ അടുത്തേക്ക് ചെന്ന പരീശ പ്രമാണിയായിരുന്ന നിക്കോദിമോസിന് അതൊരു ഇടർച്ചയായിരുന്നു. പുതുതായി ജനിക്കുന്നതിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന അനേകരും ഇന്നും ഈ ഒരൊറ്റ കാരണത്താൽ മറ്റുള്ളവർക്ക് ഇടർച്ചയാണ്. ചില വ്യക്തികൾ വീണ്ടും ജനനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. തങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ആത്മീക നിലവാരം വളരെ നല്ലതാണെന്ന ചിന്തയിലാകുന്നു അവർ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു അവഹേളനമാകുന്നു അത്. ക്രൂശ് അനേകർക്കും ഇടർച്ചയാണ്. എന്നാൽ നാം അതിനെ ആവശ്യമില്ലാതെ പെരുപ്പിക്കുന്നത് വളരെ സൂക്ഷിക്കണം. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. ശക്തമായ ഭാഷയാണ് പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. അവൻ ഗലാത്യയിലെ വിശ്വാസികളെ വിട്ടുപോയിരുന്നെങ്കിൽ നന്നായിരുന്നു. 13 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഇതിൽ പൗലോസ് ഒരു വിശ്വാസി ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ അവനെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ 3 ശുശ്രൂഷകളെക്കുറിച്ചാണ് പറയുന്നത്. 13-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ മനുഷ്യർ ശ്രമിക്കുന്ന 3 വിധങ്ങളുണ്ട്. അവയിൽ 2 പ്രാവർത്തികമല്ല. അതിലൊന്ന് നിയമവാദത്തിൻ്റെ ഒരു ജീവിതമാണ്. അതായിരുന്നു പൗലോസ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തത് എന്തും ചെയ്യുവാനുള്ള അനുമതിയുടെ ഒരു ജീവിതമാണ്. അത് പൗലോസ് റോമലേഖനം 6-ാം അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നതായി നാം കാണുന്നു. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് പാപത്തിൽ ജീവിക്കുവാൻ കഴിയുമോ? അതിന് പൗലോസ് നൽകുന്ന മറുപടി ഒരിക്കലുമില്ല എന്നത്രേ. പാപത്തിൽ ജീവിച്ചുകൊണ്ട് ഒരു ദൈവപൈതലായിരിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. ഒരു കാര്യം, പാപമാകുന്നു എന്ന് അറിയാമായിരിക്കെ അതിൽ തുടരുന്ന വ്യക്തി ഒരു ദൈവപൈതലായിരിക്കില്ല. താങ്കൾ പാപത്തിൽ വീണെന്ന് വന്നേക്കാം, എന്നാൽ താങ്കൾ അതിൽ നിന്ന് വെളിയിൽ വരും. മുടിയൻ പുത്രൻ പന്നികളുടെ കൂട്ടിൽ അകപ്പെട്ടു എന്ന് വന്നേക്കാം, എന്നാൽ അവൻ അതിൽ സ്ഥിരതാമസമാക്കിയില്ല. അവൻ അത് വിട്ടുപോകും. ക്രിസ്ത്യ ജീവിതം നിയമങ്ങളുടെയും നിബന്ധനകളുടെയും ജീവിതമല്ലെന്ന് മാത്രമല്ല, എന്തും ചെയ്യുവാനുള്ള അനുമതിയുടെ ജീവിതവുമല്ല. ക്രിസ്ത്യ ജീവിതം ജീവിക്കുവാൻ കഴിയുന്ന 3-ാമത്തെ വിധം സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതമാണ്. 5-ാം അധ്യായത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗത്ത് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നതിൻ്റെ പ്രവർത്തന രീതിയാണ്. അതാണ് പൗലോസ് വിവരിക്കുന്നത്. നിയമവാദത്തിൻ്റെ ജീവിതം 10 കൽപ്പനകൾ മാത്രം ഉൾക്കൊള്ളുന്നതല്ല. പിന്നെയോ ഇന്ന് ക്രിസ്തീയ വിശ്വാസികൾ അനുകരിക്കുന്ന ഒരു കൂട്ടം നിയമങ്ങളും നിബന്ധനകളുമാകും. താങ്കൾക്ക് എവിടെല്ലാം പോകുവാൻ സാധിക്കില്ല എന്നും എന്തെല്ലാം ചെയ്യുവാൻ പാടില്ല എന്നും അത് താങ്കൾക്ക് പറഞ്ഞു തരും. ഈ കൂട്ടർ ഒരു കൂട്ടം നിയമങ്ങളും കൊണ്ട് നടക്കുന്നു. അതൊക്കെ എങ്ങനെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞാൽ പിന്നെ തങ്ങളെക്കാൾ പരിശുദ്ധർ വേറെ ആരുമില്ല എന്ന ഭാവമാണ് ഇവർക്ക്. തലമുടി കെട്ടുന്നത്, ആഭരണം ധരിക്കാതിരിക്കുന്നത്, അസുഖം വന്നാൽ മരുന്ന് കഴിക്കാതിരിക്കുന്നത്, വെള്ളവസ്ത്രം മാത്രം ധരിക്കുന്നത്, അങ്ങനെ പലതുമാണ് അനേകരുടെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാനദണ്ഡം.
അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാത്തവരെ ദൈവമക്കളായി പോലും അവർ കരുതുകയില്ല. അവർ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലല്ല, ബന്ധനത്തിലാകുന്നു കഴിയുന്നത്. ഇതൊക്കെ പിടിച്ചുകെട്ടുകളായി കാണുമ്പോഴാണ് പ്രശ്നം. ദൈവനാമ മഹത്വത്തിനായി ചെയ്യാവുന്നതെല്ലാം ചെയ്യുക, അല്ലാത്തതെല്ലാം ചെയ്യാതിരിക്കുക. നിങ്ങൾ മാംസം തിന്നാലും തിന്നാഞ്ഞാലും അത് നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല എന്ന് പൗലോസ് പറഞ്ഞു. പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കൽപ്പനകളും അനുസരിച്ചതിന് ശേഷവും ഒരു ക്രിസ്തീയ ജീവിതം എന്തെന്നറിയാതെ ജീവിക്കാവുന്നതാണ് എന്നത്രേ. 10 കൽപ്പനകൾ മാത്രമല്ല, നാം ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ബാക്കി 10,000 കൽപ്പനകളും അനുസരിച്ചാലും ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാത്ത വ്യക്തി ആയിരിക്കാവുന്നതാണ് താങ്കൾക്ക്. പ്രമാണവിരുദ്ധരായി കണ്ട കൽപ്പനകളെല്ലാം ലംഘിച്ച് ജീവിച്ചതിന് ശേഷം തങ്ങൾ ക്രിസ്തീയ ജീവിതമാണ് നയിക്കുന്നതെന്ന് ചിന്തിക്കുന്ന അനേകരുമുണ്ട്. നിയമവാദികളെ പോലെ തന്നെ ഈ കൂട്ടരും അതിര് കടന്നവരാണ്. ക്രിസ്തീയ ജീവിതം എന്നാൽ ഈ പറഞ്ഞത് രണ്ടുമല്ല, അത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാകുന്നു. 13-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യരുത് എന്നാണ്. കൃപയുടെ സുവിശേഷം ഒരു ദൈവ പൈതലിന് ചെയ്യുന്നത് എന്താണ്? തെറ്റ് ചെയ്യുന്നതിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കി ശരി ചെയ്യുവാൻ നമ്മെ അനുവദിക്കുന്നത് കൃപയാണ്. ന്യായപ്രമാണമോ മറ്റെന്തെങ്കിലും നിയമങ്ങളോ അല്ല. പാപത്തോട് നമുക്കൊരു സ്വാതന്ത്ര്യമല്ല, പാപത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യമാണ് കൃപ നമുക്ക് നൽകുന്നത്. ഒരു വിശ്വാസി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കണം. ഒരു അടിമയെപ്പോലെ അവനെ പ്രസാദിപ്പിക്കേണ്ടത് കൊണ്ടല്ല, പിന്നെയോ അവനൊരു പുത്രനാകുന്നു. അവൻ അവൻ്റെ പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുവാനാണ് അവൻ്റെ താല്പര്യം. ഒരു ശത്രുവിനെ പോലെ മറ്റെന്തെങ്കിലും ചെയ്യുവാനുള്ള ഭയം കൊണ്ടല്ല, പിന്നെയോ ദൈവം അവൻ്റെ സ്നേഹിതനായതിനാൽ അവനത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അവനെ സ്നേഹിക്കുന്നവനാണ് ദൈവം. ന്യായപ്രമാണത്തെ പോലെ വെളിയിൽ നിന്നുള്ള എന്തെങ്കിലും സമ്മർദ്ദം കൊണ്ടല്ല അവൻ ദൈവത്തെ സേവിക്കുന്നത്, പിന്നെയോ അവനിലുള്ള വലിയ പ്രമാണങ്ങൾ കൊണ്ട്. അതെ, അവനിലുള്ള ക്രിസ്തുവിൻ്റെ ജീവൻ ഒന്നുകൊണ്ട് മാത്രം. നാം ദൈവത്തെ സേവിക്കുന്നത് നാം അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ സൂക്ഷിക്കുമെന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഞാൻ ചിന്തിക്കാറുണ്ട്, കർത്താവ് ഇത് പറഞ്ഞപ്പോൾ അവരിലൊരു ശിഷ്യൻ പറഞ്ഞെന്നിരിക്കട്ടെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന്. അപ്പോൾ കർത്താവിൻ്റെ മറുപടി ഇപ്രകാരമാകുമായിരുന്നിരിക്കും, അങ്ങനെയെങ്കിൽ എൻ്റെ കൽപ്പനകളെ മറന്നേക്കൂ. അനുസരണത്തിൻ്റെ അടിസ്ഥാനം മൊത്തം അവനോടുള്ളൊരു സ്നേഹബന്ധമാണ്. ആ ബന്ധമില്ലാതെ എത്ര അനുസരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വിശേഷവുമില്ല. ന്യായപ്രമാണം നമ്മെ ഈ പറഞ്ഞ സ്ഥാനത്തേക്ക് കൊണ്ടുവരില്ല. അത് നിഷേധാർത്ഥകമായ ഒന്നത്രേ. അതുണ്ടാക്കിയ നന്മ തന്നെ അപ്രകാരത്തിൽ നിഷേധാത്മകമായതാണ്. ഇന്നും അനേകരിൽ കാണുന്ന നന്മ ഈ പറഞ്ഞതുപോലെയുള്ളതാണ്. ഏതിനോടോ ഉള്ള വലിയ വിരോധവും വിദ്വേഷവും പോലെ, അല്ലെങ്കിൽ ആരെയോ എന്തിനെയോ പേടിച്ചുള്ള ഒരു പോക്ക്. ഈ വലിയ സത്യം മാത്രം നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അവിടുന്ന് എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ നിഷേധാർത്ഥകമായ നന്മ ഒരു നിയമപരമായ നന്മ മാത്രമാണ്. ഞാനിത് ചെയ്യുന്നില്ല, ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അനേകരും പുകഴുന്നത് കേട്ടാൽ അവരെപ്പോലെ വിശുദ്ധർ മറ്റാരുമില്ല എന്ന് ധരിക്കുവാനുള്ള അവരുടെ ഒരു ശ്രമം മാത്രമാണത്. അവരുടെ ഉള്ളിൽ കുറ്റബോധം തിങ്ങിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ സുഹൃത്തെ, താങ്കൾ എന്താണ് ചെയ്യുന്നത്? അതെ സുഹൃത്തെ, എല്ലാ നിയമമാർഗങ്ങളും നിഷേധാത്മകമായ ഒരു നന്മ മാത്രമേ ഉണ്ടാക്കിത്തരൂ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിലുള്ള ഇഷ്ടം കൊണ്ട്, അവനോടുള്ള സ്നേഹം കൊണ്ട് നന്മ ചെയ്യുന്ന ആ ഉന്നതമായ നിലവാരത്തിലേക്ക് അവർ ഒരിക്കലും ഉയർന്നു വരില്ല. മുൻവിധി വിട്ട് ഞാൻ പറയുന്നതിനെ ഒന്ന് വിലയിരുത്തൂ. അതല്ലേ സത്യം? ഇന്ന് താങ്കൾ ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യം കിട്ടിയെന്നാൽ ഇന്ന് താങ്കൾ ചെയ്യാത്ത എത്രയെത്ര കാര്യങ്ങൾ ചെയ്യുവാൻ താങ്കൾ മുതിരും, എന്തെല്ലാം ചെയ്യാതിരിക്കും. അവനോടുള്ള സ്നേഹത്തിൽ, അവനെ പ്രസാദിപ്പിക്കുന്നതിലുള്ള സന്തോഷത്തിൽ നാം അവനെ സേവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ജഡം എന്ന് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഈ മാംസവും രക്തവും അസ്ഥികളും ഒന്നും അല്ല, പിന്നെയോ നമ്മുടെ വീഴ്ച സംഭവിച്ച മനുഷ്യ സ്വഭാവമാണ്. ഇത് നാം നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും, അവർ അവരുടെ മാതാപിതാക്കളിൽ നിന്നും, അങ്ങനെ തലമുറകളായി നാം പ്രാപിച്ചു വന്നതാണ്. അത് സ്വയകേന്ദ്രീകൃതവും പാപത്തിലേക്ക് ചായ്വുള്ളതുമാണ്. നാം നമ്മുടെ ക്രിസ്തീയ സ്വാതന്ത്ര്യം ഈ ജഡത്തിൽ തോന്നിയതുപോലെ ജീവിച്ച് ജഡത്തിന് അവസരം കൊടുക്കുന്നത് പോലെ ആകരുത്. ക്രിസ്തീയ സ്വാതന്ത്ര്യം ഒരിക്കലും തെറ്റ് ചെയ്യുവാൻ നമ്മെ അനുവദിക്കില്ല. തുടർന്ന് പൗലോസ് അതൊരു ചെറിയ പ്രസ്താവനയിൽ ഒതുക്കുവാൻ പോവുകയാണ്.
പിന്നീട് അവൻ താൻ അർത്ഥമാക്കുന്നത് എന്തെന്ന് വിവരിക്കും. 14 വാക്യത്തിൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. ന്യായപ്രമാണം മൊത്തം ഇവിടെ ഭിന്നസംഖ്യയിലെ ഏറ്റവും കുറഞ്ഞ ഛേദത്തിലേക്ക് പൗലോസ് കൊണ്ടുവന്നിരിക്കുന്നു. തങ്ങൾ ന്യായപ്രമാണത്താൽ ആകുന്നു ജീവിക്കുന്നതെന്ന് ചിന്തിക്കുന്നവർക്കുള്ള അഗ്നി പരീക്ഷ ഇതാകുന്നു. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അതിലെ ഒരു വാക്ക് സ്നേഹം എന്നുള്ളതാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ നന്മയെ പരിഗണിക്കാതെ എനിക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിക്കുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുകയാണ്. ഭയമന്യേ ദൈവത്തെ സമീപിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണത്. അല്ലാതെ സ്നേഹമില്ലാതെ എൻ്റെ കൂട്ടുകാരനെ ചൂഷണം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ലത്. ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്നാൽ സേവനമാണ്, സ്വാർത്ഥതയല്ല. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് 15 വാക്യത്തിൽ നാം വായിക്കുന്നു. ക്രിസ്തീയ നരഭോജികൾ എന്ന ശീർഷകത്തിൽ ഈ വാക്യത്തെ ആധാരമാക്കി ഒരു പ്രസംഗം തയ്യാറാക്കാവുന്നതാണ്. ഇന്ന് അനേകം സഭകളിൽ വിശ്വാസികൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ഒടുക്കിക്കളയുവാനുള്ള ശ്രമത്തിലുമാണ്. പലരുടെയും കടി പേപ്പട്ടി കടിക്കുന്നതിലും കഷ്ടമാണ്. ആ മുറിവ് ഉണക്കുന്നതിനായി താങ്കൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് തോന്നിപ്പോകും. താങ്കൾക്കാകെ ചെയ്യാവുന്നത് സഹിക്കുക മാത്രമാണ്. ഇന്ന് ഇതുപോലെ പേ പിടിച്ച് അനേകം നായ്ക്കൾ ഓടി നടക്കുന്നുണ്ട്. അവർ താങ്കളെ കടിക്കുകയും തിന്നുകളയുകയും ചെയ്യുമെന്ന് വന്നേക്കാം. നാം ജീവിക്കുന്ന ഈ കാലത്ത് ലോകം സഭയെ ഗണ്യമാക്കാതെ അതിനെ വിട്ടിട്ടു പോകുന്നു എന്നുള്ളത് നിർഭാഗ്യകരം തന്നെയാണ്. ഇന്ന് എത്രയെത്ര നല്ല ഉപദേഷ്ടാക്കന്മാരും പ്രസംഗകരുമുണ്ട്. എന്നാൽ ലോകം സഭയെ ഗണ്യമാക്കാതെ പോകുന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. എന്നാൽ ചില വിശ്വാസികളുടെ ജീവിതം പലരെയും പല സഭകളിൽ നിന്നും അകറ്റി നിർത്തുന്നു. ലോകമനുഷ്യരെക്കാൾ വഷളന്മാരായി ജീവിച്ചെന്നാൽ ആർക്കാണ് ഈ സുവിശേഷം വേണ്ടത്? ലോകമനുഷ്യരെക്കാൾ മോശമായി ക്രിസ്തുവിശ്വാസികൾ ജീവിച്ചാൽ പിന്നെ ആർക്കാണ് അവർ പറയുന്ന സുവിശേഷം ആവശ്യമായിട്ടുള്ളത്? കേൾക്കുന്ന എല്ലാവരും അത് തള്ളിക്കളയുമില്ലേ? ഇവിടെയാണ് കൃപയുടെ സുവിശേഷം, സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷം നാം അനുഭവിച്ച് അറിയിക്കേണ്ടത്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവസാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.